ഏകദേശം ഒരു 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഒരു പ്രായത്തിലുള്ളവരെ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ റിബല്ലായിട്ട് നിൽക്കും. അച്ഛനും അമ്മയും ഇങ്ങനെ വിളിച്ചുകൊണ്ട് വാ അകത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് കയറ്റിക്കൊണ്ടുവരുന്ന കാണുമ്പോഴേ നമുക്കറിയാം പ്രശ്നം ഇതൊക്കെ തന്നെ ആയിരിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിച്ചു എന്ത് ഹെൽപ്പാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആരാ നിങ്ങളെ റെഫർ ചെയ്ത് വിട്ടത്? അപ്പൊ പെട്ടെന്ന് കുട്ടി പറഞ്ഞ്, സിസ്റ്ററെ എന്റെ പ്രേമം പൊട്ടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സിസ്റ്റർ അല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാൻ ആ പ്രേമം പൊട്ടിക്കത്തില്ല. എന്തായാലും അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. 18 വയസ്സ് കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും. അപ്പൊ ഇത്രയും പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം സംഘർഷഭരിതമായ ഒരു വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു, സിസ്റ്റർ ഇതാണ് കാര്യം. ഇപ്പൊ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് പുറത്തു വരാൻ കാരണം? സിസ്റ്റർ, പുറത്തല്ല, നാട് മൊത്തം അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ സ്റ്റേഷനറി കടയിലേക്ക് കയറും. അവിടെ ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടിയാണുള്ളത്. കുട്ടിയല്ല, ഒരു യുവാവാണ്. അപ്പൊ അവനോട് ഒരു അടുപ്പം തോന്നുന്നു. അതിനുശേഷം മറ്റു കൂട്ടുകാരികൾ പറഞ്ഞു അവൻ അച്ഛനും അമ്മനും ഒന്നുമില്ല, ഇവൻ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സഹതാപത്തിന്റെ പേരിലാണ് പതുക്കെ തുടങ്ങുന്നത്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, സിസ്റ്ററെ അത് ഞങ്ങൾ അല്ല, 18 വയസ്സൊക്കെ കഴിയുമ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ അങ്ങ് കല്യാണം കഴിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ അടുക്കെ നമുക്ക് റിബല്ലാകാനായിട്ട് സാധിക്കില്ല. ഈ ഒരു അവസരത്തിൽ നമ്മൾ മാതാപിതാക്കളുടെ ഒരു ഭാഗവും കേൾക്കാനുണ്ട്, മക്കളുടെ ഭാഗവും കേൾക്കാനുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, സിസ്റ്റർ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ, അപ്പൊ ഇതിനെ എന്തിനാ നിങ്ങളെല്ലാവരും കൂടി കൂച്ചുവിലങ്ങിട്ട് പിടിക്കുന്നത് എന്തിനാ എന്ന് പറയും. പക്ഷെ നമുക്ക് ഈ ഒരു കൗമാരപ്രായത്തിലെ പ്രണയം പൂർണ്ണമായിട്ടും തെറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ അതിലംഘിക്കുന്ന രീതിയിലുള്ള ചില സോഷ്യൽ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ഞങ്ങളെ പോലെയുള്ളവർക്കൊരു ഡിലേമ വരുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു സൈക്കോളജിക്കൽ, ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അതിന് ആവശ്യമായിട്ടുള്ളത്.